മാന്യ പ്രേക്ഷകർക്ക് മർത്ത ആൻഡ് മേരി പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സമൂഹത്തിൻ്റെ അരികുകളിലേക്ക് പോവുക എന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഹ്വാനം ഇന്ന് കത്തോലിക്കാ സഭ നെഞ്ചോട് ചേർക്കുമ്പോൾ പാവപ്പെട്ടവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കുമിടയിൽ പ്രത്യേകിച്ച് ലൈംഗിക തൊഴിലാളികൾ, HIV ബാധിതർ, എയ്ഡ്സ് രോഗികൾ, മയക്കുമരുന്നിന് അടിമപ്പെട്ടവർ എന്നിവർക്കിടയിൽ നിസ്വാർത്ഥ സേവനം ചെയ്ത് ക്രിസ്തുവിൻ്റെ സ്നേഹവും കാരുണ്യവും സഹാനുഭൂതിയും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 2 സിസ്റ്റേഴ്സ് ഇന്ന് നമ്മോടൊപ്പമുണ്ട്. തൃപ്പൂണിത്തുറ കരിങ്ങാച്ചിറയിലുള്ള അഡോറേഷൻ കോൺവെൻറ്റ് സിസ്റ്റേഴ്സായ സിസ്റ്റർ മേഴ്സിയും സിസ്റ്റർ തെരേസും. അഡോറേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള സാന്നിധ്യത്തിൻ്റെ അമരക്കാരായ ഈ സിസ്റ്റേഴ്സിനെ നമുക്ക് പരിചയപ്പെടാം. ആഡംബരങ്ങളും ആഘോഷങ്ങളും നെഞ്ചേറ്റിയ നഗരം, സാംസ്കാരിക സമന്വയങ്ങളുടെ അപൂർവ സുന്ദര ഭൂമിക, ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ കൊച്ചി. പകലിൻ്റെ മോഹന ദൃശ്യങ്ങൾക്കപ്പുറം അടക്കിപ്പിടിച്ച തേങ്ങലുകൾ, അതിരുവിട്ട ഉന്മാദങ്ങൾ, ലഹരി തേടിയ പ്രയാണങ്ങളിൽ വീണുചിതറിയ പളുങ്കു ജീവിതങ്ങളുടെ ശുഷ്കനിശ്വാസങ്ങൾ. ഇടയ്ക്കെപ്പോഴോ ഗതിമാറി നീങ്ങവേ ഇടറി വീണിടങ്ങളിൽ നിന്ന് ഇനിയൊരു മടക്കയാത്രയ്ക്കാവില്ലെന്നറിയുമ്പോഴേക്കും വൈകിക്കഴിഞ്ഞിരിക്കും. തിരഞ്ഞുവരാനാരുമില്ലാതെ, തേടിപ്പോകാനിടമില്ലാതെ തനിച്ചാകുന്ന ജീവിതങ്ങൾ. അവർക്കിടയിലേക്ക് പൊറുതിയുടെ മുറിപ്പാടുള്ള ഇരുകരങ്ങളായി 2 സന്യാസിനികൾ. അൾത്താരയിലെ സ്തുതിഗീതങ്ങൾക്കപ്പുറം അടിപതറിപ്പോയവരുടെ അത്താണിയായി മാറുകയാണ് മണവാളന്റെ ഇഷ്ടപൂജയെന്ന് തിരിച്ചറിഞ്ഞവർ. സിസ്റ്റർ മേഴ്സി വടക്കുംചേരി SABS, സിസ്റ്റർ തെരേസ് പുത്തൻപുര SABS. സിസ്റ്റേഴ്സിന് സ്വാഗതം. സാധാരണ സിസ്റ്റേഴ്സ് ചെയ്യുന്ന ചില പ്രവർത്തന മേഖലകളുണ്ടല്ലോ. വിദ്യാഭ്യാസം, ആതുര ശുശ്രൂഷ, അനാഥാലയങ്ങൾ എന്നിവ പോലെയുള്ള ശുശ്രൂഷകൾ. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വളരെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു സേവന മേഖലയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ മേഖല തിരഞ്ഞെടുക്കാനുണ്ടായ സാഹചര്യം ഒന്ന് വ്യക്തമാക്കാമോ? 2008 ഞങ്ങളുടെ സഭയുടെ ശതാബ്ദി ആഘോഷിച്ചപ്പോൾ ജനറൽ സിനാക്സിസ് ഒരു തീരുമാനമെടുത്തു, പുതിയ മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്തുക എന്ന്. പരമ്പരാഗതമായി നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷ വിട്ട് നിരാലംബരും നിരാശ്രയരും പാവപ്പെട്ടവരുമായ മക്കളിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നുള്ള ഒരു ഓപ്ഷൻ വന്നപ്പോൾ അന്നത്തെ ഞങ്ങളുടെ മദർ പ്രൊവിൻഷ്യൽ മദർ തെക്ലയായിരുന്നു. മദർ പറഞ്ഞു, ഇങ്ങനെ താല്പര്യമുള്ളവർ മദറിനെ അറിയിക്കാൻ. അങ്ങനെയാണ് ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഇന്നത്തെ ഞങ്ങളുടെ മദർ പ്രൊവിൻഷ്യൽ മദർ സിസ്റ്റർ ആൻസി, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഞങ്ങൾ 2 പേരും തീരുമാനിച്ചു, അങ്ങനെ മദറിനെ അറിയിച്ചു. ഈ കാര്യത്തിൽ ഞങ്ങൾക്കൊരു പ്രചോദനം കിട്ടിയത് ഞങ്ങളുടെ സഭാസ്ഥാപകനായ ധന്യനായ മാർ തോമസ് കുര്യാളശ്ശേരി പിതാവിൻ്റെ ചില ചിന്തകളാണ്. പിതാവിന് വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഒരു ദീർഘവീക്ഷണമുണ്ടായിരുന്നു. വിശുദ്ധ കുർബാന അർപ്പണം അൾത്താരയിൽ മാത്രം പര്യവസാനിക്കേണ്ട ഒന്നല്ല, മറിച്ച് ജീവിതബന്ധിയായിരിക്കണം. ആരാധനയിൽ പ്രഭാപൂർണനായ യേശുവിൻ്റെ മുഖം ദർശിക്കുമ്പോൾ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ മുറിവേറ്റ യേശുവിനെ കണ്ടെത്തുവാൻ അഭ്യസിക്കണം. ഞങ്ങളുടെ ഈ ശുശ്രൂഷ മേഖല എന്ന് പറയുമ്പോൾ സമൂഹത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ കഴിയുന്ന മക്കൾ, അതായത് ഹൈ റിസ്ക് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ HIV ബാധിതരുണ്ട്, ലൈംഗിക തൊഴിലാളികളുണ്ട്, മയക്കുമരുന്ന് കുത്തിവെച്ച് രോഗികളായവരുണ്ട്. ഈ മക്കളിലേക്ക് ഞങ്ങളുടെ ശ്രദ്ധ തിരിച്ചപ്പോൾ മുറിവേറ്റ യേശുവിനെ അവിടെ കണ്ടെത്തുന്ന ഒരു അനുഭവമാണ് ഞങ്ങൾക്കുണ്ടായത്. ആനന്ദദായകമാണല്ലോ വിശുദ്ധ കുർബാന അർപ്പണം. അപ്പോൾ യേശുവിനെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച, ഇവരെയൊക്കെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചവരാണ്. അപ്പോൾ ആ മക്കളെയും ഞങ്ങൾ സ്വന്തമാക്കുന്നതിൽ
ഞങ്ങളുടെ ജീവിതം അവർക്ക് വേണ്ടി യേശുവിന് വേണ്ടി അർപ്പിക്കുമ്പോൾ അത് യേശുവിന് പ്രീതികരമാണെന്ന് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ തള്ളിക്കളഞ്ഞവനെയും ഒറ്റക്കൊടുക്കുവാനിരുന്നവനെയും വ്യഭിചാരിയെയും യേശു സ്വന്തമാക്കി. ഈ ഒരു മാതൃക ഞങ്ങളുടെ ഈ പ്രവർത്തനത്തിന് പ്രേരക ശക്തിയും ഊർജവും പകരുന്നതാണ്. അതിനാൽ മറ്റാരും കടന്നു ചെല്ലാത്ത ഈ മേഖലയിലേക്ക് ഞങ്ങൾ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. അന്നത്തെ മദർ പ്രൊവിൻഷ്യൽ എല്ലാവിധ സപ്പോർട്ടും തന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയാണ് ഈ മേഖല തിരഞ്ഞെടുത്തത്. യേശുവിൻ്റെ കുരിശെടുത്തോണ്ട് അങ്ങ് അനുഗമിക്കാൻ അങ്ങ് തീരുമാനിച്ചു അല്ലേ? നിങ്ങൾ ഈ പ്രത്യേക സേവന മേഖല തിരഞ്ഞെടുത്തപ്പോൾ സഭാധികാരികൾ, മേലധികാരികൾ, മറ്റു പിതാക്കന്മാർ ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്കുണ്ടായ സപ്പോർട്ട്, അവരുടെയൊക്കെ പിന്തുണ നിങ്ങൾക്കുണ്ടായിരുന്നോ? ഞങ്ങൾ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ സഭാധികാരികൾ ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു. ഏതെല്ലാം തരത്തിൽ അവരെ ഞങ്ങൾക്ക് സഹായിക്കാമോ അതെല്ലാം അവർ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നു. പിന്നെ പിതാക്കന്മാരാണെങ്കിലും ഇടയന്ത്രത്ത് പിതാവിന് ഈ ഫീൽഡിനോട് ഭയങ്കര ഇഷ്ടം. ഫീൽഡ് മീൻസ് സിറ്റി ഇവാഞ്ചലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അത് പല സിസ്റ്റേഴ്സും പല മേഖലകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ പിതാവ് ഞങ്ങൾക്ക് എപ്പോഴും എന്ത് ആവശ്യം വേണമെങ്കിലും ഞങ്ങൾക്ക് എപ്പോഴും സപ്പോർട്ട് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ആലഞ്ചേരി പിതാവാണെങ്കിലും ഫുൾ സപ്പോർട്ടാണ്. ഞങ്ങൾ ചെന്നാൽ എപ്പോഴും വിശേഷങ്ങൾ ചോദിക്കുകയും ഈ പിള്ളേരെ കാണാൻ വരാനുള്ള താല്പര്യമൊക്കെ പിതാവ് പ്രകടിപ്പിക്കാറുണ്ട്. പുത്തൻവീട്ടി പിതാവും അതുപോലെ തന്നെ. ഈ 3 പിതാക്കന്മാരും ഒരേപോലെയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഈ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോഴുള്ള ജനറാളമ്മ, ക്രോസ് ഗേറ്റ് അമ്മ, കൗൺസിലേഴ്സ് ഞങ്ങളോട് ഭയങ്കര കാര്യം. ഞങ്ങളെപ്പോൾ ചെന്നാലും ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ തരാനും ഞങ്ങളുടെ ഈ ഫീൽഡിനെ പറ്റി ചോദിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ ചോദിച്ചറിയാനും അമ്മ ഭയങ്കര താല്പര്യം കാണിക്കാറുണ്ട്. അതുപോലെ തെക്ലാമയായിരുന്നപ്പോഴും അമ്മ മാറിയെങ്കിലും ഇപ്പോഴും അമ്മയ്ക്ക് വളരെ കാര്യമാണ്. അതുപോലെ ഇപ്പോഴത്തെ ജനറാളമ്മ ഗ്രേസമ്മ ഞങ്ങൾ ചെല്ലാത്ത എന്താണെന്നുള്ളതാണ്, അല്ലെങ്കിൽ കാര്യങ്ങൾ ചോദിച്ചറിയാനൊക്കെ അമ്മ ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ ഇപ്പോൾ ആൻസിയമ്മ ഇപ്പോഴത്തെ പ്രൊവിൻഷ്യാളമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്കാണെങ്കിലും ഇങ്ങനെ എന്ത് തരത്തിലും അമ്മ ഞങ്ങളെ സഹായിക്കാനും പ്രോത്സാഹിപ്പിക്കാനും അതുപോലെ ഇപ്പോഴത്തെ കൗൺസിലേഴ്സും എല്ലാം വളരെ ഇതാണ്. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ആവശ്യത്തിന് സപ്പോർട്ടുണ്ട് കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കാര്യം കൂട്ടിച്ചേർക്കാനുണ്ട്. ഞങ്ങളുടെ ഇവിടുത്തെ കമ്മ്യൂണിറ്റി ഇവിടെ നിത്യാരാധന ചാപ്പൽ ഞങ്ങൾക്കുണ്ട്. 24 മണിക്കൂറും ആരാധനയുണ്ട്. സിസ്റ്റേഴ്സിൻ്റെ പ്രാർത്ഥന ഞങ്ങൾക്കൊരു വലിയ ശക്തിയാണ്. പ്രതിവികാരൻ്റെ ആരാധനയിൽ നിന്നും കിട്ടുന്ന ഈ ശക്തിയാണ് നമുക്കിതിന് കൂടുതൽ പ്രചോദനം. പിന്നെ കാണുന്ന സിസ്റ്റേഴ്സിനോടൊക്കെ ഞങ്ങൾ പറയും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണം കേട്ടോ, കാരണം നമ്മുടെ മക്കൾ ഇങ്ങനത്തെ മക്കളാണ്, നമുക്ക് പ്രാർത്ഥിക്കണം. അപ്പോൾ എല്ലാ സിസ്റ്റേഴ്സിൻ്റെ കാണുമ്പോൾ സിസ്റ്റേഴ്സ് ഞങ്ങൾക്ക് വരാൻ പറ്റുന്നില്ലെങ്കിലും ഞങ്ങളുടെ പ്രാർത്ഥന കൂടെയുണ്ട് കേട്ടോ. അത് ഞങ്ങൾക്ക് വലിയൊരു പിൻബലം തന്നെയായിരുന്നു. അപ്പോൾ എല്ലാ തലത്തിലും ഞങ്ങൾക്കൊരു പ്രോത്സാഹനം എല്ലാ ഭാഗത്തുനിന്നും ഉള്ളത് കൊണ്ട് നമുക്ക് കൂടുതൽ ശക്തിയോടെ താല്പര്യത്തോടെ പ്രവർത്തിക്കാനായിട്ടുള്ള പ്രേരണ നമുക്ക് ഉള്ളിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് തന്നെ ഒരു ആനന്ദദായകമാണ്. ഞാൻ വർഷങ്ങളായിട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലാണ് പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ എപ്പോഴും ഈ പണക്കാരായ കുട്ടികളെ മാത്രമാണല്ലോ നമ്മൾ കാണുകയും ഇടപെടുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലെപ്പോഴും എന്തോ ഒരു ശൂന്യത പോലെ അനുഭവപ്പെടാറുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ബാച്ചിലുള്ള ആളാണ് സിസ്റ്റർ മേഴ്സി. അപ്പം ഞാൻ സിസ്റ്റർ മേഴ്സിയായിട്ട് അതിനെക്കുറിച്ച് പങ്കുവയ്ക്കാറുണ്ടായിരുന്നു. അപ്പോൾ മേഴ്സിയും പറയും, ശരിയാണ്, നമ്മൾ ഈ പണക്കാരുടെ മക്കളെ മാത്രം പഠിപ്പിച്ചിട്ട് എന്താ പ്രയോജനം? അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2008 ഞങ്ങളുടെ സഭയുടെ സെൻറ്റിനറി ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് അന്നത്തെ പ്രൊവിൻഷ്യലായിരുന്ന മദർ തെക്ല ഒരു സർക്കുലർ അയച്ചു. പരമ്പരാഗതമായ സ്കൂളും കോളേജുമൊക്കെ വിട്ടിട്ട് പാവങ്ങളോടൊപ്പമായിരുന്നു കൊണ്ട് അവരോടൊപ്പം താമസിച്ച് അവരുടെ ഇടയിൽ സേവനം ചെയ്യുവാൻ താല്പര്യമുള്ള ഒരു പേര് കൊടുക്കുവാനായിട്ട്. അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഞാൻ വേഗം സിസ്റ്റർ മേഴ്സിയായിട്ട് കോണ്ടാക്റ്റ് ചെയ്തു. ഞങ്ങൾ ഉടനെ തന്നെ അത് മദറിനെ അറിയിച്ചു. മദർ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുവാനായിട്ട് അനുവാദം തന്നു. അങ്ങനെയാണ് ഈ ടീച്ചിങ് ഫീൽഡ് വിട്ടിട്ട് ഈ പാവങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുവാനായിട്ട് ഞങ്ങൾ തുടങ്ങിയത്. അങ്ങനെ സിസ്റ്റർ മേഴ്സിയുമായിട്ട് ഞാൻ കോണ്ടാക്റ്റ് ചെയ്തു. സിസ്റ്റർ മേഴ്സിക്കും വളരെ സന്തോഷമായിരുന്നു. ഞങ്ങൾ ഉടനെ തന്നെ മദറിന് പേര് കൊടുത്തു. മദർ ഞങ്ങളെ ഈ സ്കൂളിലെ ആ ജോലികളെല്ലാം വിട്ടിട്ട് പാവങ്ങളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് കംപ്ലീറ്റായിട്ട് എല്ലാ ജോലിയിൽ നിന്നും മാറ്റി ഞങ്ങളെ ഒഴിവാക്കി അതിനു വേണ്ടിയിട്ട് പറഞ്ഞയക്കുകയാണ് ചെയ്തത്. എവിടെ ജോലി ചെയ്യണം, എന്ത് ജോലി ചെയ്യണമെന്നൊന്നും ഒരു വ്യക്തമായ തീരുമാനം ഞങ്ങളോട് പറഞ്ഞില്ല.
ഇടയന്തിരത്ത് പിതാവിൻ്റെ സിറ്റി ഇവാഞ്ചലൈസേഷൻ്റെ ഭാഗമായിട്ട് മദറിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിതാവ്. അതിൻ്റെ ഭാഗമായിട്ട് മദർ പറഞ്ഞു, കൊച്ചി പട്ടണത്തിൽ നിങ്ങളുടെ സേവനം ആവശ്യമുണ്ട്, എവിടെ ജോലി ചെയ്യണം, എന്ത് വേണം, ഏത് ശുശ്രൂഷ മേഖല നിങ്ങൾ തിരഞ്ഞെടുക്കുന്നു, അതൊക്കെ നിങ്ങൾ തന്നെ കണ്ടെത്താനാണ് പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ ഞങ്ങളുടെ തന്നെ ഒരു മഠമാണ് കാരുണ്യാശ്രമം, അവിടെ താമസിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു 2-3 മാസത്തോളം ഞങ്ങൾ എറണാകുളം പട്ടണം മുഴുവനും നടന്ന് എവിടെ ചെല്ലണം, ഏത് ജോലി ചെയ്യണം, എന്താണ് തിരഞ്ഞെടുക്കേണ്ടത് ഞങ്ങൾക്ക് വ്യക്തമായ ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ആരും കടന്നു ചെല്ലാത്തൊരു മേഖലയിലേക്ക് കടന്നു ചെല്ലണമെന്ന്. എവിടെ ഞങ്ങൾ ചെല്ലുമ്പോഴും ഗവൺമെൻറ് ആശുപത്രിയിൽ ഞങ്ങൾ പോയി, ഓർഫനേജുകളെല്ലാം പോയി, അവിടെയൊക്കെ ചെല്ലുമ്പോൾ അവിടെയൊക്കെ അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിൻ്റെയൊക്കെ സേവനമുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ഈ സെക്സ് വർക്കേഴ്സിൻ്റെ ഒരു സംഘടന എറണാകുളം കൊച്ചി പട്ടണത്തിലുണ്ട്. അപ്പോൾ അവിടെ പോയി ശുശ്രൂഷ ചെയ്യാമെന്നോർത്ത് അത് ഞങ്ങൾ തേടി കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഞങ്ങൾ സെക്സ് വർക്കേഴ്സിനെ കണ്ടുപിടിക്കുന്നതും അവരുടെ അടുത്തേക്ക് കടന്നു ചെല്ലുന്നതും. അവരുടെ അടുത്തേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവരും ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഈ ഉടുപ്പ് ഇട്ട 2 സിസ്റ്റേഴ്സ് അങ്ങോട്ട് കടന്നു ചെല്ലുന്നത് അവർക്ക് വേണ്ടിയിട്ടാണെന്ന്. അപ്പോൾ അവർ ഉടനെ തന്നെ ഞങ്ങളോട് ചോദിച്ചു, സിസ്റ്റേഴ്സ് വഴിതെറ്റി വന്നതാണോ ഇങ്ങോട്ട്? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അല്ല, ഞങ്ങൾ നിങ്ങളെ തന്നെ അന്വേഷിച്ച് വന്നതാണ്. അപ്പോൾ അവർക്ക് ആദ്യം അതങ്ങ് വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പോൾ അവർ ഞങ്ങളോട് ചോദിച്ചു, ഞങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്കറിയാം, ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ വന്നിരിക്കുന്നതാണ്. എന്നിട്ട് 1 മാസത്തോളം ഞങ്ങൾ നിരന്തരമായിട്ട് അവരുടെ അടുത്ത് പോകുവാൻ തുടങ്ങി. അങ്ങനെ ചെന്ന് അവരുടെ അടുത്ത് പോയാണ് അവർക്ക് മനസ്സിലായത്, ഇത് ഞങ്ങൾ അവരെ ചീറ്റ് ചെയ്യാനോ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാനോ അതിനൊന്നുമല്ല, ഞങ്ങൾ അവർക്ക് വേണ്ടി നിലകൊള്ളുന്നതാണെന്ന് അവർക്ക് മനസ്സിലായത്. അങ്ങനെ പിന്നെ അവരുടെ വേദനകളും ദുഃഖങ്ങളും ഒക്കെ ഞങ്ങളോട് പങ്കുവയ്ക്കുവാൻ തുടങ്ങി. അതെല്ലാം കേട്ടപ്പോൾ ഒരുപാട് വേദന തോന്നി. ഇവരൊക്കെ ഈ തെരുവിൻ്റെ മക്കളാകുവാനും അവരുടെ മാംസം വിറ്റ് ജീവിതം കഴിക്കുവാനും ഒക്കെ നമ്മളൊക്കെ തന്നെയാണല്ലോ കാരണക്കാർ എന്നൊരിത് വന്നു. അതുകൊണ്ട് കൂടുതൽ ആത്മാർത്ഥമായിട്ട് അവർക്ക് വേണ്ടി ജോലി ചെയ്യാമെന്ന് ഞങ്ങളങ്ങോട്ട് തീരുമാനിക്കുകയാണ് ചെയ്തത്. ആ തീരുമാനം എല്ലാവരും ഒന്നും ഉൾക്കൊണ്ടില്ല. ഈ സെക്സ് വർക്കേഴ്സിൻ്റെ എയ്ഡ്സ് രോഗികളുടെയൊക്കെ ഇടയിലാണ് ജോലി ചെയ്യണമെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് എതിർപ്പുണ്ടായിരുന്നു. അപ്പം അവരോട് ഞങ്ങൾ പറഞ്ഞ മറുപടി, ഈ പാവങ്ങളുടെ ഇടയിൽ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പെങ്ങന്മാർ ഇവരുടെ ഇടയിലാണ് ജോലി ചെയ്യുന്നതെന്ന് പറയുവാനായിട്ട് അഭിമാനക്കുറവുണ്ടല്ലേ? ഇംഗ്ലീഷ് മീഡിയത്തിലെ പ്രിൻസിപ്പലും ടീച്ചറും ഒക്കെ വർക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ അതൊരു നല്ല അന്തസ്സുള്ള ജോലിയാണ് എന്നല്ല, അങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നതെന്നൊക്കെ അങ്ങോട്ട് എതിർ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് പിന്നെ അവർക്കൊരു തടസ്സവും ഉണ്ടായില്ല. പിന്നെ അവർക്ക് സന്തോഷമാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒരുപാട് അച്ഛന്മാർ പോലും ഞങ്ങളോട് ചോദിച്ചു, ഈ കൂട്ടരെ അല്ലാതെ വേറെ ആരെയും സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടിയില്ലേ എന്ന്. ഞങ്ങളുടെ ഈ പ്രൊവിൻഷ്യൽ മദർ തെക്കള സോഷ്യൽ വർക്ക് MSW കോളേജിൽ പഠിപ്പിച്ചിരുന്നതാണ്. മദറിൻ്റെ വ്യൂ ഒരു പ്രത്യേക കാഴ്ചപ്പാടാണ് മദറിന്. മദറിൻ്റെ അടുത്ത് വന്ന് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മദറിന് നല്ല സന്തോഷമായി. മദർ പറഞ്ഞു, നിങ്ങൾ തിരഞ്ഞെടുത്ത ഫീൽഡിൽ തന്നെ നിങ്ങൾ ജോലി ചെയ്തു, പക്ഷേ നിങ്ങൾ മഠത്തിൽ താമസിച്ച് കഴിഞ്ഞ് എന്നും ഇങ്ങനെ ഇവരുടെ ഇടയിലേക്ക് ഇറങ്ങിപ്പോവുകയും അതിനൊരു ടൈം ടേബിൾ അനുസരിച്ചുള്ളൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ രാവിലെ പോകുന്നു, ചിലപ്പോൾ രാത്രി 8 മണി 9 മണി 10 മണിയൊക്കെ ആവും ഇവരെ കണ്ടുപിടിച്ച് ഇവരുടെ വേദനകളും ദുഃഖങ്ങളൊക്കെ കേട്ട് വരുമ്പോഴത്തേക്കും. അപ്പോൾ അതൊരു കമ്മ്യൂണിറ്റിയിൽ നിന്നുകൊണ്ട് പറ്റാത്തത് കൊണ്ട് മദർ ഞങ്ങളോട് പറഞ്ഞു, ഇങ്ങനെ ടൈം ടേബിൾ അനുസരിച്ചൊരു ലൈഫ് പറ്റില്ലാത്തത് കൊണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് എവിടെയെങ്കിലും താമസിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഞങ്ങൾ താമസിക്കുവാനുള്ളൊരു സ്ഥലം അന്വേഷിച്ച് 1-2 മാസം നടക്കേണ്ടി വന്നു. അവസാനം എളമക്കരയിൽ ഒരു വീട്ടിൽ അവരുടെ വീട്ടിലെ മുകളിലത്തെ നിലയിൽ 2 മുറി ഞങ്ങൾക്ക് തന്നു. അങ്ങനെ 4.5 വർഷത്തോളം ഞങ്ങൾ അവിടെ താമസിച്ചാണ് ഞങ്ങളുടെ ഈ ശുശ്രൂഷ ചെയ്തത്. ആദ്യകാലങ്ങളിൽ ഈ ശുശ്രൂഷ ചെയ്തുകൊണ്ട് പോകുവാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഒരാഗ്രഹമുണ്ടായിരുന്നു, ഞങ്ങളെ ഏതായാലും ഞങ്ങളുടെ ജോലിയിൽ നിന്ന് ഫുൾ ടൈം അധികാരികൾ ഒഴിവാക്കി തന്നുകൊണ്ട് ഇങ്ങനെ ഒരു പാവങ്ങളോടൊത്ത് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് അനുവാദം തന്നിട്ടുണ്ട്. ഇനി സഭയിൽ നിന്നൊരു പൈസ പോലും ഈ ശുശ്രൂഷയ്ക്ക് വാങ്ങിക്കരുത്, ഇത് സ്വയം കണ്ടെത്തണമെന്നൊരു ആഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ആദ്യകാലങ്ങളിൽ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അന്നൊക്കെ ഞങ്ങൾ ഓരോ വീടുകളിലും നമുക്ക് തന്നെ തോന്നുവാണ് ഒരു ഇത് നല്ല വീടാണ്, നമ്മളെ സഹായിക്കും എന്നൊക്കെ ചുരുക്കി പറഞ്ഞാൽ ഒരു 2 നില വീടൊക്കെ കാണുവാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് കയറി ചെന്ന് ഞങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുകയും അങ്ങനെ അവരുടെ സഹായം മേടിക്കുകയും അതുപോലെ തന്നെ പള്ളിയിലൊക്കെ പോകുമ്പോഴത്തേക്കും
വെൽ ഡ്രസ്ഡ് ആയിട്ടൊക്കെ ഉള്ളവരാണ്, ഒരു സ്റ്റാൻഡേർഡ് ഉള്ളവരാണെന്നൊക്കെ ഞങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഞങ്ങൾ അവരുടെ കൂടെ കൂടി പതുക്കെ ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ് അധികാരങ്ങൾ ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് കൈ നീട്ടി തന്നെയാണ് ഇവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനായിട്ടുള്ള പണം ഞങ്ങൾ കണ്ടെത്തിയത്. ഇപ്പോൾ ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയുകയാണ്, ഒരു പൈസ പോലും ഞങ്ങൾക്ക് ആരോടും ചോദിക്കേണ്ടി വരുന്നില്ല. ഞങ്ങളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്ന് ഞങ്ങൾക്ക് ഈ ശുശ്രൂഷ ചെയ്യുവാനുള്ള സാമ്പത്തിക സഹായങ്ങളൊക്കെ അവർ ചെയ്തു തരികയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ഇറങ്ങി പ്രവർത്തിച്ചിരിക്കുന്ന മേഖലയെന്ന് പറയുന്നത് സമൂഹത്തിൽ തികച്ചും ഒറ്റപ്പെട്ട് കഴിയാൻ ആഗ്രഹിക്കുന്നവരാണ്. മറ്റുള്ളവർ കൂടെ കൂട്ടുകയില്ല, പിന്നെ ഇവർ മറ്റുള്ളവരുടെ കൂടെ കൂടാൻ താല്പര്യവും കാണിക്കാത്തവരാണ്. അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ ഇവരുടെ വിശ്വാസം പിടിച്ചു പറ്റാൻ സാധിച്ചത്? അതിന് ഞങ്ങൾ പോകുന്നതിന് മുൻപ് ജപമാല അർപ്പിച്ച് ഞങ്ങൾ ഇറങ്ങുമായിരുന്നു. പരിശുദ്ധ അമ്മയെ ഏൽപ്പിക്കും. കാരണം അമ്മയുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ തിരുപ്പുത്രനിൽ നിന്ന് ഞങ്ങൾക്ക് അതിനുള്ള എല്ലാ സാധ്യതയും അമ്മ ഒരുക്കി തരണമേ. പിന്നെ ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ അമ്മയുടെ കരങ്ങളിൽ കൊടുക്കുകയാണ്. നമുക്ക് പരിചയമുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, വലിയവന്മാരുണ്ട്, ചെറിയവന്മാരൊക്കെ ഉണ്ട്. എന്നാൽ നമുക്ക് ചെല്ലുമ്പോൾ എന്തോ തമ്പുരാൻ്റെ ഒരു വലിയ പരിപാലന ഞങ്ങൾക്ക് അവിടേക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മക്കളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർ ആദ്യമൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല. അവർ ചിന്തിച്ചത് ഞങ്ങൾ എന്തോ ഇവരെ ഒറ്റി കൊടുക്കാൻ ചെന്നവരാണെന്നാണ്. പക്ഷേ എന്നാലും നമ്മൾ ഈ പ്രാർത്ഥിച്ച് ഒരുങ്ങിയാളി പോകുന്നത്. അതുകൊണ്ട് നമുക്കൊരു മനസ്സ് മടുപ്പ് തോന്നാതെ ഞങ്ങൾ വീണ്ടും ചെല്ലും, അവരോട് സംസാരിക്കും. അപ്പോൾ ആദ്യമൊക്കെ കുറച്ച് കാലഘട്ടങ്ങളിൽ അവരിങ്ങനെ നമ്മളിൽ നിന്ന് കുറച്ച് അകന്നും അവർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലൊക്കെ സംസാരിച്ചും പെരുമാറൊക്കെ ചെയ്തു. എന്നാൽ നമ്മൾ മനസ്സ് മടുക്കുന്നില്ല. കാരണം നമുക്കും അറിയാം ഈ ഗ്രൂപ്പിലുള്ളവർക്ക് അവരെ പറ്റി മറ്റുള്ളവർ അറിയാൻ ഇഷ്ടപ്പെടുന്നില്ലല്ലോ. അപ്പോൾ അത് നമ്മളൊരു മാർജിനായിട്ട് ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ സാവധാനം അവർക്ക് തന്നെ ചെറിയൊരു വിശ്വാസം വന്നു. അവരുടെ മക്കളെക്കുറിച്ച് ഞങ്ങളൊന്ന് ചിന്തിക്കാൻ തുടങ്ങി, ഈ അമ്മച്ചിമാരുടെ. അപ്പോൾ അവരുടെ മക്കളെ നമുക്ക് സാധാരണ അമ്മച്ചിമാർക്കും അപ്പച്ചന്മാർക്കും ഉള്ള ഒരു സ്നേഹവും പരിഗണനയൊന്നും ഇവരുടെ മക്കൾക്ക് ഇവരോട് ഇല്ല. കാരണം പലരിൽ നിന്നുള്ള മക്കളാണ്. അപ്പോൾ അങ്ങനെയുള്ള മക്കളും ഈ ഫീൽഡിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന അമ്മച്ചിമാരും ഒരു മാക്സിമം അവർ തന്നെയാണ്. അപ്പോൾ അവരുടെ മക്കളെ ഇപ്പോൾ പഠിക്കാൻ വിടാനൊന്നും അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയുള്ളവരുടെ നമ്മുടെ ഇങ്ങനെ ഓരോ കമ്മ്യൂണിറ്റി പ്രോഗ്രാം ഒക്കെ വരുമ്പോൾ ഞങ്ങളിങ്ങനെ ഓരോരുത്തർ പരിചയപ്പെട്ട് ഞങ്ങൾ അപ്പോൾ ആരുടെയൊക്കെ വീട്ടിൽ ആരൊക്കെ മക്കളുള്ളതെന്നൊക്കെ ഞങ്ങളിങ്ങനെ ഉള്ളിക്കൂടെ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരു 10-18 മക്കളെ ഞങ്ങളുടെ പല ഓർഫനേജുകൾ നിർത്തി പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ. അങ്ങനെ പഠിപ്പിക്കുമ്പോൾ അവർക്ക് തന്നെ ഒരു ചെറിയൊരു താല്പര്യവും വിശ്വാസമൊക്കെ നമ്മളിലേക്ക് അല്പാൽപ്പം വന്നു തുടങ്ങി. പിന്നെ യേശുവിനെ, അതായത് ഒരു ക്ഷമിക്കുന്ന സ്നേഹം, അവർ നമുക്ക് വേണ്ടപ്പെട്ടവരാണ് എന്നുള്ളൊരു ഫീലിങ്ങിലേക്ക് അവർ വരുവാൻ തുടങ്ങി. സാവധാനം അവർക്ക് നമ്മളോട് താല്പര്യമായി. പിന്നീട് അവരിപ്പോൾ ഞങ്ങൾ ചെന്നില്ലെങ്കിൽ അമ്മയെ കണ്ടില്ലല്ലോ അവരന്വേഷിക്കും. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒരു സ്റ്റെപ്പ് കൂടി നമുക്ക് എടുക്കാനുള്ള ഒരു താല്പര്യം നമുക്ക് വരുന്നു. അപ്പോൾ ക്ഷമിക്കുന്ന സ്നേഹം, അപ്പോൾ ഞങ്ങളും വേണ്ടപ്പെട്ടവരാണെന്ന ബോധ്യം അവർക്ക് സാവധാനം വന്നപ്പോൾ അവർക്ക് യേശുവിൻ്റെ ക്ഷമിക്കുന്ന സ്നേഹം അവർക്ക് ഞങ്ങൾ ഇങ്ങനത്തെവരായിട്ടും സിസ്റ്റർമാർ ഞങ്ങൾ അന്വേഷിച്ച് വരുന്നുണ്ടല്ലോ എന്ന ചിന്ത അവരുടെ മനസ്സിലേക്ക് കടന്നു വന്നു. അങ്ങനെ സാവധാനമാണ് ഞങ്ങൾ അവരുടെ വിശ്വാസം ആർജിച്ചെടുത്തത്. ഈ നാനാജാതി മതസ്ഥരുണ്ടല്ലോ നിങ്ങളുടെ പ്രവർത്തനം. അപ്പോൾ ഇവരുടെ ഓരോരുത്തരുടെയും വീടുകൾ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് എങ്ങനെ ഇവർ ഇന്നടത്തുണ്ടെന്ന് നിങ്ങൾക്കറിയാൻ എന്ത് മാർഗ്ഗമാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്? മാർഗം സ്വീകരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. കമ്മ്യൂണിറ്റി ഇവരുടെ ഓഫീസുകളിൽ ചെന്ന് നമുക്ക് അങ്ങനത്തെ ഡീറ്റെയിൽസും കിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ പരിപാടികൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പരിപാടികളൊക്കെ ഉണ്ടാകും. ആ പരിപാടികൾക്ക് ചെല്ലുമ്പോൾ ഞങ്ങളിങ്ങനെ ഒരു 4-5 പേരൊക്കെ ഒന്ന് പരിചയപ്പെടും. മീൻസ് ക്രിസ്മസ് ആഘോഷം വരുന്നുണ്ട്, ഒരു കൂട്ടായ്മ വരുന്നുണ്ട്, ഇടയ്ക്കൊരു മീറ്റിംഗ് വയ്ക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ അവരുടെ ഓഫീസ് തലത്തിൽ ഓണം സെലിബ്രേഷനും ക്രിസ്മസ് ആഘോഷമൊക്കെ ഞങ്ങളുടെ നേതൃത്വത്തിൽ ആ ഓഫീസിൽ നടത്തും. അല്ലെങ്കിൽ എല്ലാ മാസവും അവിടെ മീറ്റിംഗ് ഉണ്ട്. ദിവസവും ഇവർ കുറച്ച് പേരൊക്കെ ചെല്ലുന്നുണ്ട്. ഇടയ്ക്ക് ഞങ്ങൾ ഓഫീസിൽ ചെല്ലും. അപ്പോൾ ഞങ്ങളിങ്ങനെ അവരെങ്ങനെയൊക്കെ നമ്മൾ ജസ്റ്റ് സംസാരത്തിൽ കടന്ന് ഓരോ ചോദിച്ച് മനസ്സിലാക്കി ഞങ്ങൾ ഉള്ളിൽ വെക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ അവരുടെ ഫോൺ നമ്പർ ഞങ്ങൾ കളക്ട് ചെയ്യും, വിളിച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് സംസാരിക്കാം, നമ്മളൊന്ന് കണ്ടതല്ലേ, നമുക്ക് സംസാരിക്കണമായിരുന്നല്ലോ അന്ന് പറയുമ്പോൾ അവർ സിസ്റ്റർ അപ്പോൾ നമ്മളുടെ എങ്ങനെ ഞങ്ങൾ കണ്ടെത്തണേ, അപ്പോൾ ഇന്ന ലൊക്കാലിറ്റിയിലാണ് എൻ്റെ വീട് പറഞ്ഞു തരും. അപ്പോൾ ഞങ്ങൾ അവിടെ ചെല്ലും. അവിടെ ചെന്ന് നമ്മൾ ഒരു പ്രാവശ്യം ചെല്ലും, 2 പ്രാവശ്യം ചെല്ലും, 3-ാമത്തെ പ്രാവശ്യം ചെല്ലും. മറ്റൊരു അയൽവക്കക്കാർ ചിന്തിക്കേ, ഇതെന്ത് ഈ സിസ്റ്റേഴ്സ് ഇത്രയേറെ വീടുകളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ എന്ത് മാത്രം പോകുന്നത് എന്നുള്ള ചിന്ത മനസ്സിൽ കടന്നു വരും. അത് ഞങ്ങൾ ആദ്യം ചെയ്യുന്ന കാര്യം, നമ്മൾക്ക് പോകേണ്ട വീടറിയാം. അപ്പോൾ ഞങ്ങൾ അതിനടുത്തുള്ള 2-3 വീടുകളും കയറി ജസ്റ്റ് ഒരു കുശലാന്വേഷണമൊക്കെ നടത്തി ഞങ്ങൾ
പിന്നെ അങ്ങനെയൊക്കെ ചോദിച്ച് ഞങ്ങൾ അവിടെ ചെല്ലും. പിന്നെ നമ്മൾ കൂടെ പിന്നോട് ചെല്ലില്ല. ചെന്ന് കഴിഞ്ഞാൽ പിന്നെയും സംശയങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ ഫോണിൽ കൂടെ ആയിരിക്കും പിന്നെ സംസാരം. പിന്നെ ഇടയ്ക്ക് നമുക്ക് മീറ്റിംഗ് വരുമ്പോൾ ആ തലത്തിൽ കൂടെ. അപ്പം ഞങ്ങളും അവർ തമ്മിലുള്ള ബന്ധം വരും. പക്ഷേ അയൽവക്കക്കാർക്ക് അത് മനസ്സിലാക്കാത്ത രീതിയിൽ ഇവരൊരു സെക്സ് വർക്കറാണ് അല്ലെങ്കിൽ ഒരു HIV പേഷ്യൻ്റാണ് എന്ന് അയൽവക്കക്കാർക്ക് ആർക്കും അറിയില്ല. ഇപ്പം ഞങ്ങൾ 7 വർഷമായി ഫീൽഡിലായെങ്കിലും അറിയില്ല. അതായത് അങ്ങനെ അറിഞ്ഞാൽ പിന്നെ അവർക്ക് അവിടെ ജീവിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പം ഞങ്ങൾ വളരെ കോൺഫിഡൻഷ്യലാണ് ഈ കാര്യത്തിൽ. പിന്നെ ആരോട് സംസാരിച്ചാലും ഞങ്ങൾ പേരോ അല്ലെങ്കിൽ അവരുടെ ലൊക്കാലിറ്റി പറഞ്ഞു കൊടുക്കില്ല. അങ്ങനെ അവർക്ക് ഞങ്ങളിലൊരു വിശ്വാസം വന്നു. പിന്നെ ഇപ്പം വളരെ സന്തോഷമാണ്. ഇപ്പം ഞങ്ങളിപ്പോൾ ചെന്നില്ലെങ്കിൽ വിളിച്ചു ചോദിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു അനുഭവത്തിലേക്ക് ഞങ്ങളിപ്പോൾ ഒരു കൂട്ടായ്മ. അപ്പം നമ്മൾ അവരൊരു സ്വന്തക്കാരാണെന്നുള്ളൊരു ഫീലിങ്ങിലേക്ക് അവരെ വരുത്തി. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് കഷ്ടതകളും ദുരിതങ്ങളൊക്കെ കടന്ന് വന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ജീവിതത്തിൽ ഇപ്പം എൻ്റെ ജീവിതത്തിൽ എനിക്ക് സമാധാനവും സന്തോഷമൊക്കെ ഉണ്ട്. അതിന് ഏറ്റവും വലിയ കാരണക്കാർ 2 പേരാണ്, എൻ്റെ തെരേസമ്മയും എൻ്റെ മേഴ്സിയമ്മയും. കാരണം ഞാനൊരു സെക്സ് വർക്കറായിരുന്നു. ഒരു 7-8 വർഷം എൻ്റെ നല്ല പ്രായം മുതൽ ഞാൻ സെക്സ് വർക്കറായിട്ട് തെരുവിലൂടെയൊക്കെ ഇങ്ങനെ നടക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ഈ അമ്മമാരെ ഞാൻ പരിചയപ്പെടുന്നത് എറണാകുളത്ത് സെക്സ് വർക്കേഴ്സിൻ്റെ ഒരു ഓഫീസുണ്ട്. അവിടെ വെച്ചാണ് ഈ അമ്മമാരെ ഞാൻ പരിചയപ്പെടുന്നത്. അന്ന് അവിടെ വെച്ച് എന്നോട് കുറേ ഉപദേശങ്ങളൊക്കെ എനിക്ക് തന്ന് എനിക്ക് നല്ല കാര്യങ്ങളൊക്കെ അമ്മമാരെ എനിക്ക് പറഞ്ഞ് തരുകയൊക്കെ ചെയ്തു. പിന്നെ എന്നോട് പറഞ്ഞ് ഞാനൊരു രോഗിയും കൂടിയായിരുന്നു. എനിക്ക് തൈറോയിഡിൻ്റെ ഒരു അസുഖമുണ്ട്, എക്സോഫ്തൽമിക് ഗോയിറ്റർ എന്ന് പറഞ്ഞൊരു അസുഖമൊക്കെ എനിക്ക് ഉണ്ടായിരുന്നതാണ്. അങ്ങനെ എനിക്ക് എൻ്റെ കണ്ണൊക്കെ പുറത്തേക്ക് തള്ളി, എൻ്റെ തൊണ്ടയിലൊക്കെ വലിയൊരു മുഴയൊക്കെ ആയി ഞാനൊരു ആകെ മദ്യത്തിനും മയക്കുമരുന്നിനും അതുപോലെ പാൻപരാക്ക്, ഹാൻസ് ഇല്ലാത്ത പ്രവൃത്തികളൊന്നും ഉണ്ടായിരുന്നില്ല. തൻ്റെടിയായി ഒരുപാട് പോലീസ് ഈ മോർണിംഗ് ട്രാഫിക് ആക്ട് ഇങ്ങനെ ഒരുപാട് കേസൊക്കെ ആയി ഒരുപാട് പ്രാവശ്യം ജയിലിലൊക്കെ ഞാനങ്ങനെ സെക്സ് വർക്കറിൻ്റെ ഇതിൻ്റെ പുറത്ത് ഞാൻ അങ്ങനെ ജയിൽവാസമൊക്കെ ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ആയി ഇരുന്ന് പിന്നെ ഞാനിപ്പോൾ ഒരു 5 വർഷമായിട്ട് നല്ലൊരു ജീവിതം ഇപ്പം ജീവിക്കുകയാണ്. എനിക്കൊരു ഭർത്താവുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്. മൂത്ത കുഞ്ഞിന് 3 വയസ്സായി, അവൻ അങ്കവാടി പോണു. അമ്മമാരെന്നെ ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ ഭർത്താവിന് ഇപ്പം ഒരു 4 വീലിൻ്റെ കടയൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിൽ എനിക്കിപ്പോൾ എന്തെങ്കിലും തട്ടുകട നടത്താനായിട്ട് അമ്മമാരിപ്പോൾ സഹായിക്കാമെന്ന് പറഞ്ഞു. അതും കൂടിയാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത്. കാരണം എൻ്റെ ജീവിതത്തിൽ എൻ്റെ വീട്ടിൽ നിന്നും എനിക്ക് അച്ഛൻ്റെ അമ്മയോടോ സഹോദരങ്ങളുടെയോ സ്നേഹമൊന്നും കിട്ടിയിട്ടില്ല. എനിക്ക് നല്ലൊരു അച്ഛൻ്റെ എൻ്റെ അമ്മയുടെ എനിക്കൊരു സഹോദരങ്ങളുടെ സ്നേഹമൊക്കെ എനിക്ക് തന്നേക്കുന്നത് എൻ്റെ അമ്മമാരാണ്. എൻ്റെ ജീവിതം ഇത്രയും പോലീസുകാർക്ക് തുടങ്ങി അതിശയമാണ്. എൻ്റെ ജീവിതം ഇങ്ങനെ മാറിയതുകൊണ്ട് പോലീസുകാർക്കും ഇപ്പോൾ സെക്സ് വർക്കറായിട്ട് നടക്കുന്ന സഹോദരിമാർക്കും എല്ലാവർക്കും എന്നെ കണ്ടിട്ട്, എൻ്റെ വീട്ടുകാർക്ക് പോലും എന്നെ കണ്ടിട്ട് ഭയങ്കര അതിശയപൂർവ്വമാണ് അവരെന്നെ കാണുന്നത്. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാനൊരു വ്യക്തി ഇങ്ങനെ മാറിയെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരു ഇതാണ് കാണുന്നത്. ഇപ്പം ഞാൻ അമ്മമാർ പറഞ്ഞ് ഞാൻ 2-3 പ്രാവശ്യം ധ്യാനത്തിനൊക്കെ പോയി, IMS പോയി ധ്യാനമൊക്കെ കൂടി, പിന്നെ ഡിവൈന് ധ്യാനത്തിനൊക്കെ പോയി. ഇപ്പം ഈശോയായിട്ടുള്ളൊരു ജീവിതമൊക്കെ ആയിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കടപ്പെട്ട 2 വ്യക്തികളാണ് മേഴ്സിയമ്മയും തെരേസമ്മയും. അതുപോലെ എനിക്ക് നമ്മുടെ ഇടയന്ത്രത്ത് പിതാവിനോട് അതുപോലെ തന്നെ നന്ദിയുണ്ട്. അച്ഛനും അതുപോലെ പിതാവും എന്നെ സഹായിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയും എനിക്ക് നല്ലൊരു ജീവിതം, എൻ്റെ മരണം വരെ അമ്മമാരായിട്ട് നല്ല രീതിയിൽ ജീവിക്കാനും എൻ്റെ ഭർത്താവും എൻ്റെ കുഞ്ഞുങ്ങളായിട്ട് ഈ നല്ലൊരു ജീവിതം നയിച്ച് ഇനി പഴയ ട്രാക്കിലേക്ക് പോകാതെ ഇനി നന്നായി ജീവിക്കാനുള്ള എല്ലാ അനുഗ്രഹവും ഈശോയുടെ നാമത്തിൽ എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാനാജാതി മതസ്ഥരായ ഒരു സമൂഹത്തിലേക്കല്ലേ നിങ്ങൾ ഇറങ്ങി ചെല്ലുന്നത്? അപ്പോൾ നിങ്ങൾ സ്ഥിരം ഇങ്ങനെ ചെല്ലുമ്പം മറ്റു മതവിഭാഗങ്ങൾ ഇതെങ്ങനെയാണ് സ്വീകരിക്കുന്നത്? നിങ്ങളെ അവർ സ്വീകരിക്കാറുണ്ടോ? തീർച്ചയായിട്ടും, ഒരു സംശയ കാര്യത്തിലില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഡ്രസ്സ് ഉണ്ടല്ലോ, അത് ഞങ്ങൾക്കൊരു കവചമാണ്. കാരണം ഈ ഡ്രസ്സിൻ്റെ ഒരു പ്രത്യേകത അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നമ്മളൊരു സാരിയോ മറ്റു ചുരിദാർ എന്തെങ്കിലും ചെല്ലുന്നതിനേക്കാൾ നല്ലത് ഈ ഔദ്യോഗിക ഡ്രസ്സ് ഇതിനൊരു വാല്യൂ വലുതാണ്. സമൂഹം വില മതിക്കും തീർച്ചയായിട്ടും.
ഞങ്ങളുടെ ആദ്യം ഫീൽഡിൽ ഇറങ്ങിയപ്പോൾ ഒരു കുട്ടി പറഞ്ഞു, സിസ്റ്റർ നിങ്ങൾ ഇവരുടെ ഇടയിൽ പോകുമ്പോൾ, പ്രത്യേകിച്ച് സെക്സ് വർക്കേഴ്സിൻ്റെ ഇടയിൽ പോകുമ്പോൾ ഈ ഡ്രസ്സ് ഒരിക്കലും സ്യൂട്ടല്ല. ഞങ്ങൾ പറഞ്ഞു ഈ ഡ്രസ്സ് സ്യൂട്ടല്ലെങ്കിൽ നമുക്ക് ഈ ഫീൽഡ് വേണ്ടെന്ന് ചോദ്യമില്ലേ. കാരണം ഈ ഡ്രസ്സ് മാറ്റിയിട്ട് നമ്മൾ വേറെ ഡ്രസ്സ് ഉപയോഗിച്ച് ഫീൽഡിൽ പോകുന്നില്ല. പക്ഷേ ഈ ഡ്രസ്സ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ആഭരണമാണ് സത്യത്തിൽ. അതിൽ ഏറെ മതിപ്പുണ്ട്. പക്ഷെ അത് മറ്റുള്ളവർ മാനിക്കുന്നു എന്നുള്ളതൊരു മറ്റ് ജാതിക്കാർക്കാണെങ്കിലും ഇപ്പം നമ്മളുടെ ഇപ്പോൾ അവർ പറയും സിസ്റ്റർ എത്രയൊക്കെയെന്ന് പറഞ്ഞാലും ക്രിസ്ത്യാനികൾ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ചെയ്യുന്നുള്ളൂ. മറ്റുള്ളവരൊക്കെ ചെയ്യുമ്പോൾ അവരുടെ സമുദായത്തിനൊക്കെ ചെയ്യും. പക്ഷേ അതുകൊണ്ട് യേശുവിനെയാണ് ഞങ്ങൾക്ക് നിങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത് എന്ന് ഇവർ പറയുമ്പോൾ സത്യത്തിൽ നമുക്ക് ഒന്നും കൂടി ഒരുപാട് യേശുവിനോടൊരു സ്നേഹം കൂടുകയാണ് ചെയ്യുന്നത്. യേശുവിന് ജാതി മത വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ആര് പ്രാർത്ഥിച്ചാലും തമ്പുരാൻ കൂടുതൽ ചെയ്തു തരും. അപ്പോൾ ഉണ്ട് സിസ്റ്റർ, ഞങ്ങൾക്ക് അനുഭവങ്ങളുണ്ട്. അങ്ങനെയൊക്കെ അവർക്ക് ആ ഒരു വിശ്വാസത്തിലേക്കും അവർ ഇപ്പം നമ്മൾ പറയാതെ തന്നെയും അപ്പോൾ ക്ഷമിക്കുന്ന സ്നേഹത്തെ ഇപ്പം ഞങ്ങൾ ഇടയ്ക്ക് ക്ലാസ് ഇടയ്ക്ക് ഒരു മാസത്തിലിടയ്ക്ക് ഞങ്ങൾ ഇവരെ വിളിക്കാറുണ്ട്. അമ്മച്ചിമാർ, പിള്ളേർക്ക് ക്ലാസ് ഉണ്ടാകും അപ്പോൾ കിട്ടില്ല, അമ്മച്ചിമാർ വരും, ഒരു കൂട്ടായ്മ. അങ്ങനെ വരുമ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലും യേശുവിൻ്റെ കയ്യിൽ നിന്നൊക്കെ നമ്മൾ സംസാരത്തിൽ പറയും. എന്നിട്ട് അത് വിധമായി ബന്ധിപ്പിച്ച് കുടുംബത്തിലെ കാര്യങ്ങൾ പറയും. അപ്പോൾ അവർക്കതൊരു വലിയൊരു ആശ്വാസമാണ്. അപ്പോൾ യേശു എന്നെ സ്നേഹിക്കുന്നു, ഇങ്ങനെ പോയ എന്നെയും ഈ അമ്മമാർ വഴി ഞങ്ങളെ സഹായിക്കുമ്പോൾ അത് അവിടെ യേശുവിൻ്റെയാണ്. ആ യേശുവിൻ്റെ സ്നേഹത്തെയാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് പല അമ്മച്ചിമാരും ഇങ്ങനെ മറ്റെല്ലാവരും ഇരിക്കുമ്പോൾ സംസാരിക്കാറുണ്ട്. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കിട്ടുമ്പോൾ അവർക്ക് ആ ജീവിക്കുന്ന യേശുവിനെ അവർ നേരിൽ കാണുകയാണ്. തീർച്ചയായിട്ടും അപ്പോൾ അതവരുടെ മനസ്സിൽ മൊത്തത്തിൽ മാറ്റം വരുത്തും. അപ്പോൾ ഏകദേശം എത്ര പേരുണ്ടാവും ഈ ഒരു 3 വിഭാഗത്തിലും കൂടി ഏകദേശം ഒരു എണ്ണം നമ്മളൊന്ന് കണക്കെടുത്താൽ ഇപ്പോൾ ഇത് ബിലോ പോവർട്ടി, ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവരുടെ കണക്കേ നമുക്ക് അറിയാവുള്ളൂ കേട്ടോ. അങ്ങനെ ഈ 3 കാറ്റഗറിയിലും വേണ്ടി ഒരു 3000-ഓളം ആളുകൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 3000-ഓളം സെക്സ് വർക്കേഴ്സായിട്ടും മറ്റേ HIV ബാധിതരായിട്ടും മറ്റേ മയക്കുമരുന്ന് കുത്തുന്നവരും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരും. അപ്പം നമുക്ക് ഊഹിക്കാം അല്ലാത്തവർ എന്തുമാത്രം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാം. വീടുകളൊക്കെ ഇവർക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എത്ര വീടുകളൊക്കെ ഏകദേശം വെച്ച് കൊടുത്തിട്ടുണ്ടാവും? ഒരു 15 വീട് ഓൾറെഡി കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ ഈ 5 വീട് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻകാർ സഹായിക്കുന്നതുകൊണ്ട് 5 അതിലൊരു 3 എണ്ണത്തിൻ്റെ വീതം തീർന്നിട്ടുണ്ട്. പിന്നെ 2 എണ്ണം ബാക്കി ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു 20 വീടിനോളം പുതിയ വീടുകൾ വെച്ചു. പിന്നെ ഒരു 10-35 വീട് 1 ലക്ഷം 1.5 ലക്ഷം കൊടുത്ത് നമ്മൾ റിപ്പയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ചിലപ്പോൾ ഷീറ്റിട്ട വീടുകളാണെങ്കിൽ അതൊന്ന് വാർത്ത് കൊടുത്തു, അല്ലെങ്കിൽ ജനലൊക്കെ പൊട്ടിപ്പൊളിഞ്ഞതാണെങ്കിൽ അതൊക്കെ വെച്ച് കൊടുത്ത് തേച്ച് അങ്ങനെ അങ്ങനെ ഒരു 35 വീടിൻ്റെ അടുത്ത് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യ സൗകര്യങ്ങൾ. ഇനിയിപ്പോൾ പിന്നെ വേറെ ഒരു പ്രത്യേകത ഉള്ളത്, ഇവർ ഇങ്ങനെ ലോൺ എടുത്തിട്ട് അങ്ങനെ വീട്ടത് ആധാരം പണയം വെച്ച് അങ്ങനെയുള്ള അമ്മച്ചിമാരുണ്ട്. അപ്പോൾ അവർക്കിപ്പോൾ വീട് മെയിൻറ്റെയിൻ ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ആധാരം എടുക്കാനുള്ള പൈസ കൂടി ഈ പൈസ സംഘടിപ്പിച്ച് വെച്ചിട്ട് നമുക്ക് പണി ആരംഭിക്കാൻ പറ്റില്ല. പക്ഷേ പൈസ ഒരു വശം, തമ്പുരാൻ അത് ഏതെങ്കിലും തരത്തിൽ ഇത് ഞങ്ങളുടെ ഈ പ്രവർത്തനത്തിൽ ഒരു വലിയൊരു അടിവാരായിട്ട് പറയാവുന്നൊരു കാര്യമാണ്. തമ്പുരാൻ്റെ പരിപാലന എന്ന് നമ്മളെപ്പോഴും പ്രാർത്ഥനയിലും ധ്യാനത്തിലൊക്കെ നമ്മൾ ഉരുവിടുന്ന വാക്കുക. പക്ഷേ ഇത് എങ്ങനെയാണ് പ്രാക്ടിക്കലാക്കാൻ പറ്റിയെന്ന് കൂടുതൽ ബോധ്യമായത് ഈ ശുശ്രൂഷ മേഖലയിലേക്ക് ഇറങ്ങിയപ്പോൾ ഓരോരോ സാഹചര്യത്തിൽ കൂടി നമുക്കത് തമ്പുരാൻ കണ്ണു തുറപ്പിച്ച് തരികയാണ്. അപ്പം ഞങ്ങളൊരു സ്ഥലത്ത് ഒരിക്കൽ അച്ഛന്മാരുടെ ഒരു സ്ഥാപനത്തെ ഞങ്ങൾ ഷെയർ ചെയ്തപ്പോൾ നമ്മുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാൻ നമ്മൾ പലരും വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞ ഒരു കാര്യം എന്നെ ഒത്തിരി സ്ട്രെസ് ചെയ്തു. അച്ഛൻ പറയുമായിരുന്നു, നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി, നമ്മൾ എന്തെങ്കിലും പ്രസ്ഥാനം ആരംഭിക്കണമെങ്കിൽ ആദ്യം ഫണ്ട് റേസ് ചെയ്യും. ഫണ്ട് റേസിങ് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പരിപാടി ചിന്തിക്കുകയുള്ളൂ. പക്ഷേ ഇവരുടെ കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് ഒരു കാര്യം തന്നെ ക്ലിക്ക് ചെയ്തതാണ്, ഇവർ ഫണ്ടിനെ കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല, പക്ഷേ ഇവർക്ക് ആവശ്യത്തിലേറെ ഫണ്ട് കിട്ടുന്നുണ്ട്. അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ ആ പോയിന്റ് എന്നെ സ്ട്രെസ് ചെയ്തത് ശരിയാണ്. നമുക്കത് വളരെ ഒരു അനുഭവപരമായ ഒരു കാര്യമാണ്.